കേരളം ഒരു വിധിയെഴുത്ത് തുടങ്ങി. ജനങ്ങൾ പോളിംഗ് സ്റ്റേഷനുകളിൽ അണിനിരന്നു കഴിഞ്ഞു. വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വീണ്ടും LDFിൻ്റെ തുടർഭരണമോ അതോ മാറ്റത്തിൻ്റെ കാഹളം ആഞ്ഞടിക്കുമോ? NDA അക്കൗണ്ട് തുടങ്ങുമോ? ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക്. UDF കൂടി എത്ര സീറ്റ്? 70 സീറ്റെങ്കിലും UDF കൂടി. 150 ഉള്ളൂ. അതെ, ആ 70-71 കൂടി ബാക്കി സ്വതന്ത്രനുമായിട്ട് അവർ കൂടെ ഭരിച്ചോളൂ. ഇനി അവരെ കയ്യിൽ പോട്ടെ. കാരണം ഇനിയിപ്പോൾ ഇപ്പം 10 കൊല്ലം കൊണ്ട് എന്തെല്ലാം ചെയ്ത് ഒരു മാറ്റം വരട്ടെ. മാറ്റം വരട്ടെ. ഇനിയും പറഞ്ഞു തരാൻ വേണമെന്നുണ്ടെങ്കിൽ ആട് വിറ്റ വകയിൽ 1.5 ലക്ഷം രൂപ കിട്ടി. യൂണിയൻ ബാങ്കിൽ നിന്നും മറ്റൊരു 10 ലക്ഷം രൂപ വന്നു. UAE നിന്നും 1 കോടി രൂപ കിട്ടി. ഇപ്പോൾ എന്നെ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊറോണ നമ്മൾ TV കണ്ടുകൊണ്ടിരുന്നത് വെള്ളം ഇദ്ദേഹം തന്നെ എടുത്തും കുടിക്കും. നമുക്ക് വെള്ളമില്ല, നമുക്ക് വെള്ളമില്ല പറയുന്നത് ഇദ്ദേഹം തന്നെ എടുത്ത് കുടിക്കും. അതിൻ്റെ കണക്കവിടെ ഒരു പൈസ അതിനെ പറ്റി ആർക്കൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ കുറച്ച് വീടുകൾ വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ആയില്ല. കോടിക്കണക്കിനല്ലേ കിട്ടിയത്. 1 കോടി ഒന്നുമില്ല. ഇദ്ദേഹത്തിന് ഒരു ഉണ്ടായിരുന്ന എന്തിനാണ് ആസ്തി 1 കോടി ചില്ലറ രൂപയാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇപ്പോൾ 0.5 കോടികളാണുള്ളത് മകൾക്ക്. അപ്പോൾ ഇതെങ്ങനെ വന്നു? എവിടെ? ജയിലിൽ കിടന്ന പുള്ളിയേക്ക് 640 രൂപ 620 രൂപ ശമ്പളം കൊണ്ടുവരും. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് നമ്മുടെ സുപ്രീം കോടതി എടുത്തു കളഞ്ഞു. അപ്പോൾ 1, 2 പിന്നെ ഈ ആഭ്യന്തര കൈയിരിക്കണം. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. ഈ ശബരിമല കൊള്ളക്കേസ് ഒരുപാട് പേര് പിടിച്ചകത്താക്കി. എന്തുകൊണ്ട് ഈ ആഭ്യന്തര കൈയിരുന്നൊരു കുറ്റപത്രം കൊടുത്തില്ല? കുറ്റപത്രം കൊടുക്കാതെ പുള്ളി ഒരു ജാമ്യത്തിൽ ഇറങ്ങി. എല്ലാവരും ഇറങ്ങിപ്പോയി. പിന്നെ എന്തിനാണ് ശബരിമലയ്ക്ക്? എന്തായാലും അത് നല്ലൊരു ദാരിദ്ര്യമല്ലേ കേരളം കണ്ടുകൊണ്ടിരിക്കും. ദാരിദ്ര്യത്തെ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്നെല്ലാം കൊടുത്താലേ കിട്ടുള്ളൂ. ഇപ്പോൾ ചെറിയൊരു രീതിയിലാണ് ഗ്യാസിൻ്റെ പൊട്ടാക്കി വെച്ചത്. അത് കേന്ദ്രം കൊടുക്കാത്തതാണെന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇനി ഓരോ ഇതിൽ എന്തൊക്കെ ആനുകൂല്യം ചെയ്യാൻ വെക്കുമോ അതെല്ലാം വെട്ടി കുറയും. തുടർഭരണത്തിന് സാധ്യതയില്ലെന്നാണ്. അത് ഈ ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF 85 സീറ്റ് പിടിച്ച് അധികാരത്തിൽ 85. വീണ്ടും തുടർഭരണം തന്നെ നടത്തും. അപ്പോൾ 80% അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളാണ്. വീണ്ടും വരുമെന്നാണ് പറയുന്നത്. വീണ്ടും സംശയമില്ല. LDF തന്നെ അധികാരത്തിൽ വരും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. 85 സീറ്റും ഒക്കെ പിടിക്കും. മൂന്നാമതൊരു ഭരണം വരുമോ? വരും, വരാതിരിക്കൂല. അത് വരും, കാലക്രമേണ വരണം. കാരണം എന്താണ്? പുതിയ തലമുറയ്ക്കൊക്കെ ഇപ്പോഴത്തെ ഭരണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അല്ല, ഈ സർക്കാർ മൂന്നാമത് വരുമെന്നാണ്. മൂന്നാമത് വരും തന്നെ ഉറപ്പാണ്. കാരണം എന്താണ്? കാരണം നമ്മളിപ്പോ വികസനം, നല്ല വികസനം തന്നെയാണ്. ഞങ്ങൾ പണ്ടത്തെ സ്കൂളിലും ഇപ്പോഴത്തെ സ്കൂളൊക്കെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ മക്കളെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ 10 വർഷം മുമ്പേ ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു ഷെഡ് പോലും ഇല്ലായിരുന്നു. ഇപ്പൊ സ്കൂളിന്റെ കണ്ടീഷനെ നോക്കണം. ഞങ്ങൾ ഹൈടെക് ആയി. എന്റെ മോള് പൂജപ്പര മന്ദിർ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് മഴ പെയ്യുമ്പോൾ കയറി നിൽക്കാൻ പോലും പറ്റില്ല. ഓടൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയായിരുന്നു. അത് 10 വർഷത്തിന് മുമ്പേ. ഇപ്പൊ ആ ക്ലാസ് റൂമൊക്കെ ചെന്ന് നോക്കണം. നല്ല വികസനം നടന്നു. വികസനം തന്നെയാണ്. അപ്പൊ അതിനൊരു മറുപടി ഉണ്ടാവും. എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. തുടർഭരണം ഉണ്ടാവും. പ്രാവശ്യം വരാൻ സാധ്യത ഉണ്ടോ? ഇല്ല, ഒരിക്കലും വരില്ല. 2 വർഷത്തെ ഭരണ നേട്ടം പറയാൻ പറ്റുമോ? 2 പ്രാവശ്യത്തെ ഭരണ നേട്ടം. 2 പ്രാവശ്യത്തെ ഭരണ നേട്ടം എന്ന് പറയുന്നത് വലുതായിട്ടില്ല. കാര്യം സാധാരണക്കാരന് ജോലിയില്ല. അതായത് നിത്യോപസാധനങ്ങൾക്ക് വില കൂടുതൽ. അപ്പം പിന്നെ എന്താണ് അതിൽ നേട്ടമുള്ളത്? പഠിച്ചിട്ടിരിക്കുന്ന ഡിഗ്രി പഠിക്കുന്നു, MA പഠിക്കുന്ന പിള്ളേർ അത്രയും ഗൾഫ് രാജ്യങ്ങളിലും കർണാടകയിലും ബാംഗ്ലൂരും പോകുന്നു ജോലിക്ക് വേണ്ടി. പിന്നെ ഇവിടെ ആർക്കാണ് ജോലിയുള്ളത്? എന്താണുള്ളത്? കുട്ടികളെല്ലാം വിദേശ രാജ്യത്ത് പോകാം. എല്ലാം വിദേശത്ത് പോവുകയാണ്. എൻ്റെ ചേട്ടൻ്റെ മക്കൾ വരെ വിദേശത്ത് ജോലി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇതിൽ എന്താണ് നേട്ടം ഇരിക്കുന്നത്? വലിയ തുടർഭരണത്തിന് സാധ്യത എന്തായാലും 90% വരാനുള്ളതില്ല. പിന്നെ ഒരു 10% ഉണ്ട്. അത് കൂടുതൽ സ്ത്രീകളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. സ്ത്രീകൾക്ക് ഇപ്പോൾ കാശ് കൊടുത്തു. 1000 രൂപ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പെൻഷൻ കൂട്ടി. ഒക്കെയാണ് നേട്ടമായിട്ട് അവകാശപ്പെടുന്നത്. അതിപ്പോൾ അരപ്പുറം ഇലക്ഷൻ വന്നുകൊണ്ട് പെൻഷൻ കൂട്ടിയത്. അല്ലാതെ ഇവരെങ്ങനെ കൂട്ടുന്നത്? ഇപ്പോൾ ഖജനാവിൽ എന്തിനാണ് ഇരിക്കുന്നത്? വട്ടപ്പൂജ്യം. നമ്മൾ നിത്യം പേപ്പർ വായിക്കുകയില്ലേ? നിലവിലൊരു ഭരണമാറ്റത്തിന് സാധ്യത ഉണ്ടോ? സാധ്യത ഒരു 80% കാണും. എത്ര? 80% ഭരണം മാറ്റം ഉണ്ടാവും. ഉണ്ടാവണം.
തുടർഭരണത്തിന് സാധ്യതയില്ല വീണ്ടും. തുടർഭരണത്തിന് സാധ്യത ഉണ്ടായാൽ കേരളം കുട്ടിച്ചോറാകും. തുടർഭരണത്തിനുണ്ടായാൽ പിന്നെ കേഡർ ഭരണം ഇപ്പോഴും തന്നെ ആൾക്കാർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടുതലാകും മൂന്നാമത്തെ ഭരണം കിട്ടിയ. എന്തായാലും മാറ്റം അനിവാര്യമാണെന്ന് ജനം തീരുമാനിക്കും. അനിവാര്യമാണ്. അത് ആര് BJP വന്നാലും കോൺഗ്രസ് വന്നാലും മാറ്റം അനിവാര്യമാണ്. കേരളത്തിൽ എങ്ങനെയാ ഒരു ഭരണമാറ്റം ഉണ്ടാവോ? മാറ്റം ഉണ്ടാവേണ്ടതാണ്. 2 ടേം ആയി LDF. വീണ്ടും എങ്ങനെ UDF അധികാരത്തിൽ വരുമെന്നാണോ അതോ BJPക്ക് സാധ്യത ഉണ്ടോ? അങ്ങനെ ഒന്നും പറയാതെ എന്തായാലും മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടാവണം. മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിലൊരു മൂന്നാമതൊരു ഭരണം ഇടതുമുന്നണി ഉണ്ടാവും. അതൊരു മാറ്റം വരുമോ? മാറ്റം വരും. പിന്നെ ഇറ്റലിയൊക്കെ ആയ ശേഷം പിന്നെ ഏത് പാർട്ടിയാൽ മാറണം. പിന്നെ നമ്മൾ കുറ്റം പറയുന്നുണ്ട്. പാർട്ടിയിലായാലും തുടർഭരണം സാധ്യതയില്ല. ഒരു കാര്യമായിട്ട് അങ്ങനെ പോകുന്നു പറയുന്നത്. UDF വരുമോ വീണ്ടും? അതാ BJPക്ക് എത്ര അറിവാണ്. അതെ, നമ്മുടെ ഒരു അഭിപ്രായം. BJPക്ക് എത്ര സീറ്റ് കേരളത്തില്? വേറെ പറഞ്ഞിടത്തോളം നിയമം കിട്ടുന്നതാണ് അറിയുന്നത്. നിയമം കിട്ടും. കിട്ടില്ല കിട്ടൂല. വേറെ അഭിപ്രായം. കാര്യം അവിടുത്തെ ഈ വന്നത് രാജീവ് ചന്ദ്രശേഖർ, അതല്ല ഈ ശബരിനാഥ്. ചെറുപ്പക്കാരുണ്ട്. അതെ, പയ്യൻ. നല്ല പയ്യനോടാണ് അങ്ങനെ സാധ്യത ഉണ്ടെന്നാണ് BJP-കാരാണ് പറഞ്ഞത്. ഇത്തവണ അക്കൗണ്ട് തുറക്കൂല. നേരത്തെ രാജസ്ഥാന്റെ ആയിരുന്നു സാധ്യത കൂടുതൽ. ഈ ഒരു കോൺഗ്രസിന്റെ ഈ ശബരിനാഥൻ വന്നതിന് ശേഷം ഒരു മറ്റുള്ള പേപ്പർ വായിക്കുന്നതിന് അറിയാൻ പറ്റും.